2025 ഞങ്ങളെടുത്തൊരു ബെസ്റ്റ് തീരുമാനങ്ങളിലൊന്നാണ് ട്ടോ ഈ ഒരു ജിമ്മിൽ പോക്കെന്ന് പറയണത്. ഇതുവരെയും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോയി വരാൻ പറ്റുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെയൊക്കെ കുറേ കാര്യങ്ങൾ എടുക്കൂലേ, അങ്ങനെ ഞാൻ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ എടുക്കും കേട്ടോ. ഈ വർഷം കുറച്ച് കൂടുതൽ എടുത്തൊരു വർഷമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് അവസാനം ജിമ്മിൽ പോക്ക് നമ്മൾ കുറേ അങ്ങ് പ്ലാൻ ചെയ്ത് അങ്ങനെ അവസാനം കൺഫേം ആക്കിയതേ. ഇപ്പോൾ ജിമ്മിൽ പോക്കിൻ്റെ ഫസ്റ്റ് ഡേ എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ ഏട്ടയെ പറയുന്നത് എന്തിനാണ് വെറുതെ എടുക്കുന്നത്, ഒരു ദിവസം പോയിട്ട് പിന്നെ അങ്ങോട്ട് പോകാണ്ടിരിക്കുകയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്ന് നന്നായിട്ട് സൈഡായി പോയി ഗൈസ്, നന്നായിട്ട് മടുത്തായിരുന്നു. കാരണം ലൈഫിൽ ആദ്യമായിട്ടിൽ പോയി അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെ മടുത്തായിരുന്നു. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അങ്ങനെ സെക്കൻഡ് ഡേ പോവാണ്. അപ്പം ഇന്നലെ കുറച്ച് കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അകപ്പാട് കുറയ്ക്കാനുള്ളത് ഈ ഒരു സാധനമാണ്. കാരണം എനിക്ക് വേറൊരു ഭാഗത്ത് വണ്ണമില്ല, എനിക്ക് വയറാണ് ഇങ്ങനെ ചാടിയിരിക്കുന്നത്. കാര്യം പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് സൈഡിലോട്ടൊന്നും വയറില്ലായിരുന്നു, ഇങ്ങനെ നേരെ മാത്രമായിരുന്നു കേട്ടോ വയറ്. അതുകൊണ്ട് ഇപ്പോഴും സൈഡിലോട്ടൊന്നും വയറൊന്നും ഇല്ല. അപ്പോൾ ആ നേരെയുള്ള വയറാണ് ഇപ്പോൾ ചാടി ചാടി നന്നായിട്ട് വന്നേക്കുന്നത്. ഇനി നന്നായിട്ട് കുറയ്ക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്നലെയൊക്കെ ജിമ്മിൽ പോയപ്പോൾ പിള്ളേർ ഭയങ്കര ബഹളമായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഇറങ്ങാൻ നേരം. അതുകൊണ്ട് ഇന്ന് ഒളിച്ചും പാത്തും പോകാണ്ട്. അപ്പോൾ ഏട്ടൻ ജോലിയിൽ നിന്ന് വന്ന പാടെ അകത്തോലും കയറാണ്ട് പുറത്ത് നിന്ന് തന്നെ ആപ്പിളും വെള്ളമൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഒരു 6:30 മുന്നേ നമ്മൾ എത്താറുണ്ട്. ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യും, അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഫുള്ള് വാമപ്പാണ്, വലിയ കാര്യമായിട്ട് വെയിറ്റ് പൊക്കലും കാര്യങ്ങളൊന്നും ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ സമയമുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ നേരെ പോയി കൂത്താട്ടുള്ളത് തന്നെ ത്രെഡ് ചെയ്യാൻ കയറി കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങൾ ജിമ്മിലോട്ട് പോകണം. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി ചെല്ലണം, നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ടേ. ഇന്ന് ഞാൻ ശരിക്കും മടുത്തു പോയി ഗൈസ്, വേറൊന്നുമല്ല. ഞാൻ അധികം ഇപ്പോൾ ഫുഡ് പെട്ടെന്ന് അങ്ങ് കുറച്ചല്ലോ, അതൊരു കാരണമാണ്. പിന്നെ ഞാൻ വൈകുന്നേരം ചായ കുടിച്ചില്ല, പിന്നെ ഉച്ചയ്ക്ക് തീരെ കുറഞ്ഞ ഫുഡ് കഴിച്ചോളൂ. അതൊക്കെ കൊണ്ട് എനിക്ക് വർക്കൗട്ടും കൂടെ ആയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ തല കറങ്ങണ പോലെ ആയിപ്പോയി. അങ്ങനെ ഇറങ്ങാൻ നേരം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു, പിന്നെ കുക്കുമ്പറും കാര്യങ്ങളും പച്ചക്കറിയൊക്കെ തീർന്നായിരുന്നേ. കാര്യം ഫുഡ് ഒഴിവാക്കിയില്ല, ഫുഡ് മീൻസ് ചോറ് ഒഴിവാക്കിയില്ല രാത്രിയിൽ. അതിന് പച്ചക്കറി, ഫ്രൂട്ട്സ്, മുട്ടയൊക്കെയാണ് കഴിക്കുന്നത്. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഫുഡ് നന്നായിട്ട് അങ്ങ് കുറച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഇത് പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റണമല്ലോ, അങ്ങനെ വയ്യാണ്ടായിപ്പോയി. അങ്ങനെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇടയിൽ പറയുന്ന ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിക്കനൊക്കെ എത്രത്തോളം വേണം കഴിക്കാം. അങ്ങനെ അൽഫാം വാങ്ങിച്ചു കേട്ടോ. ചോറാണ് മാക്സിമം കുറയ്ക്കാൻ പറഞ്ഞേക്കുന്നത്, പിന്നെ ഷുഗറും. അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോഴാണ് എൻ്റെ കിളിയൊക്കെ ഒന്ന് നേരെ വന്നത്. അതുവരെ ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെയൊക്കെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും പെട്ടെന്ന് തലകറങ്ങണമെന്നേ. ഫുഡ് തീരെ കുറഞ്ഞല്ലോ എന്ന് പിന്നെയാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ വയറൊക്കെ നിറഞ്ഞപ്പോഴാണ് കേസ് എനിക്ക് ഓക്കെ ആയത്. അങ്ങനെ പിന്നെ തിരിച്ച് നേരെ വീട്ടിൽ പോയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീട്ടിലുള്ളൂ കേട്ടോ. ബൈ.